തന്നെ ചെയ്യും. ഇന്ത്യൻ കോഓപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റിയുടെ ചരിത്രത്തിൽ വലിയൊരു നാഴികക്കല്ലായി അതിന്റെ രണ്ടാമത്തെ ജന്മത്തിന്റെ തറക്കല്ലായി ഈ സുദിനങ്ങൾ തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ സൊസൈറ്റിയിൽ നിന്ന് എന്തെങ്കിലും ഫണ്ട് എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സൊസൈറ്റിയുടെ ഉന്നമന ലക്ഷ്യമാക്കി മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഈ സൊസൈറ്റി ഏറ്റെടുത്ത് ഈ സൊസൈറ്റി റൺ ചെയ്യുന്ന സമയത്ത് 80 കോടി രൂപ ലയബിലിറ്റിയോട് കൂടിയാണ് ഈ സൊസൈറ്റി ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. വെച്ചാൽ ഞാൻ ഇതിന്റെ ചെയർമാൻ ആകുന്നു. 2 റീജിയണൽ ഓഫീസർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു റീജിയണൽ ഓഫീസർ നോർത്ത് സൈഡ് കോഴിക്കോടും, ഒന്ന് സൗത്ത് സൈഡ് കൊട്ടാരക്കരയും. സൊസൈറ്റി വളരുന്നതോടൊപ്പം നിങ്ങളും വളരുമെന്ന് തീർച്ചയായും ഈ സമയത്ത് നിങ്ങൾക്ക് ഞാൻ വാക്ക് തരുന്നു. നമ്മുടെ സൊസൈറ്റിക്ക് നല്ലൊരു ഫ്യൂച്ചറുണ്ട്. അത് യഥാവിധി നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് മാറ്റങ്ങളെല്ലാം കൊണ്ടുവരുന്നത്. ഇന്ത്യൻ കോഓപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി എക്കാലവും ഏറ്റവും നല്ല, ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒരു MSCS ആയിട്ട് നിലനിർത്തിക്കൊണ്ട് പോകണം. അതിന്റെ ഭാഗമായി മഹാരാഷ്ട്ര, ഗുജറാത്ത്, അതോടൊപ്പം തന്നെ ഗോവ, ഡൽഹി, ഈ 4 സ്റ്റേറ്റിലേക്കുള്ള NOCയുടെ വർക്ക് ഓൾറെഡി നമ്മൾ അപ്ലൈ ചെയ്തിരിക്കുന്നതാണ്. കോർപ്പറേറ്റ് ഓഫീസ് പണിയുവാനായി തൃശ്ശൂർ 60 സെന്റ് സ്ഥലം വാങ്ങിച്ചിട്ട് കാര്യം നിങ്ങൾക്ക് ഏവർക്കും അറിയാം. ആ 60 സെന്റ് സ്ഥലത്ത് ബിൽഡിംഗ് പണിയുവാനുള്ള പ്ലാൻ ആയിട്ടുണ്ട്. ഉടൻ തന്നെ ബിൽഡിംഗ് പണിയും. ഇനി നമ്മുടെ സൊസൈറ്റിയെ സംബന്ധിച്ച് ഒരു നല്ല ഭാവി ജനറേറ്റ് ചെയ്യുക എന്ന ലക്ഷ്യമാണ് നമുക്കുള്ളത്. നല്ല രീതിയിൽ ഈ സൊസൈറ്റിയിൽ വർക്ക് ചെയ്ത നിങ്ങൾ നാളത്തെ സമൂഹത്തിന്റെ മുമ്പിൽ ഇന്ത്യൻ കോഓപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റിയിലാണ് വർക്ക് ചെയ്തത് എന്ന ആത്മാഭിമാനത്തോടെ പറയത്തക്ക വിധത്തിൽ ഈ സ്ഥാപനത്തെ വളർത്തിക്കൊണ്ടുവേണ്ട ചുമതല മാനേജ്മെന്റുണ്ട്. അതോടൊപ്പം നിങ്ങൾ ഏവരും തുടർന്നും പ്രവർത്തിക്കണമെന്ന് നിങ്ങളെ സ്നേഹത്തോടെ